ഒരൊറ്റ മുട്ട വെച്ച് എങ്ങനെ $10 മില്യൺ വിൻ ചെയ്യാം? ഇതൊരു വേൾഡ് ക്ലാസ് കുക്കിംഗ് കോമ്പറ്റീഷൻ ആണ്. ഇതിലെ ചാമ്പ്യൻഷിപ്പ് പ്രൈസ് എന്ന് പറയുന്നത് $10 മില്യൺ ആണ്. കറക്റ്റ് സമയത്ത് ആ പയ്യന്റെ ഗ്യാസ് സ്റ്റൗ പെട്ടെന്ന് കേടായി. ജഡ്ജസ് അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. പുള്ളി പെട്ടെന്ന് ബുദ്ധിമുട്ടി ആലോചിച്ചു. എന്നിട്ട് തന്റെ കുക്കിംഗ് ബുക്ക് വെച്ച് തീ ഉണ്ടാക്കി. ജഡ്ജസ് എത്തുന്നതിന് മുൻപ് തന്നെ പുള്ളി കുക്കിംഗ് ഫിനിഷ് ചെയ്തു. പയ്യന്റെ ഈ ക്യു തിങ്കിങ്ങിന് ജഡ്ജസ് അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ അവൻ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നു. സെക്കൻഡ് റൗണ്ട് ഒരു ടീം ചലഞ്ച് ആയിരുന്നു. ഡിഷ് സെറ്റ് ചെയ്ത ശേഷം ഇനി കൂടുതൽ സോസിന്റെ ആവശ്യമില്ലെന്ന് പയ്യന് തോന്നി. തന്റെ ടീംമേറ്റ്സ് സോസ് ഒഴിക്കാൻ വന്നപ്പോൾ അവൻ കൈനീട്ടി തടഞ്ഞു. അവൻ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണെന്നാണ് ടീംമേറ്റ്സ് വിചാരിച്ചത്. പക്ഷേ ഫൈനൽ ഡിഷിന് ജഡ്ജസിന്റെ അടുത്ത് നിന്ന് വലിയ പ്രശംസ കിട്ടി. അങ്ങനെ അവർ രണ്ടുപേരും ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയി. ഫൈനൽ റൗണ്ടിൽ നൂഡിൽസ് വെച്ച് പെർഫെക്റ്റ് ഡിഷ് ഉണ്ടാക്കണമായിരുന്നു. ഒന്നാമത്തെ കണ്ടസ്റ്റന്റ് പലതരം ഫ്ലേവറുകളുള്ള നൂഡിൽസ് ആണ് ഉണ്ടാക്കിയത്. ആ പിങ്ക് നൂഡിൽസിന്റെ ടേസ്റ്റ് എന്താണെന്ന് ജഡ്ജസ് അത്ഭുതപ്പെട്ടു. ആ കണ്ടസ്റ്റന്റ് താൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രിങ്ക് എടുത്ത് അതിലേക്ക് ഒഴിച്ചു. ജഡ്ജസ് അവനെ അവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ജഡ്ജസിനെ ഇംപ്രസ് ചെയ്തതാണ്. പക്ഷേ ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടതുകൊണ്ട് പുള്ളിയും എലിമിനേറ്റ് ആയി. മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ടേൺ വന്നപ്പോൾ നൂഡിൽസിൽ എന്തെങ്കിലും പോരായ്മകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ജഡ്ജ് ചോദിച്ചു. തന്റെ വർക്ക് പെർഫെക്റ്റ് ആണെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. ജഡ്ജ് നൂഡിൽസ് എടുത്ത് ടേസ്റ്റ് ചെയ്തു നോക്കി. അവൾ ആത്മവിശ്വാസത്തോടെ ജഡ്ജിയെ നോക്കി നിന്നു. ജഡ്ജി ബൗള് താഴെ വെച്ചപ്പോഴാണ് താൻ ചോപ്സ്റ്റിക്ക് വെക്കാൻ മറന്നുപോയ കാര്യം അവൾക്ക് മനസ്സിലായത്. ഒടുവിൽ നമ്മുടെ പയ്യന്റെ ഊഴം വന്നു. അവൻ ഉണ്ടാക്കിയത് സ്റ്റീംഡ് ബൺ ആണെന്ന് ജഡ്ജി കണ്ടു. ഫൈനൽ റൗണ്ടിൽ നൂഡിൽസ് ഡിഷ് ആണ് ഉണ്ടാക്കേണ്ടതെന്ന് ജഡ്ജി അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് പൂർണ്ണമായും നൂഡിൽസ് കൊണ്ട് ഉണ്ടാക്കിയ ബൺസ് ആണെന്ന് അവർക്ക് മനസ്സിലായത്. അവരത് ഒരു കടി കടിച്ചു നോക്കി. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവർ അതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിയും യുണീക്കുമായ ഫുഡ് ആയിരുന്നു അത്. ഒടുവിൽ ഈ ഒരു ക്രിയേറ്റീവ് ഡിഷ് കൊണ്ട് ആ പയ്യൻ $10 മില്യൺ ആ സമ്മാനം സ്വന്തമാക്കി.